നല്ല നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്സ് ഓൺ അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് ഫ്രീ ടൈം എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തെ രണ്ടായിട്ട് ബ്രേക്കപ്പ് ചെയ്യുകയാണ്. ഒന്ന്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നു. രണ്ട്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓൺ വേജ് റേറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് ഫ്രീ ടൈം എന്ന രീതിയിൽ നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് ഇൻകം എഫക്റ്റ്, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. വാക്കിൽ തന്നെ ഉണ്ടല്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പകരം വെക്കുക, അല്ലെങ്കിൽ പകരം ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട്, ക്രിക്കറ്റിനും ഫുട്ബോളിലും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സ് അല്ലേ. ഒരു മെയിൻ പ്ലെയർ വയ്യാതാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പകരക്കാരനായി വരുന്നയാളാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന് പകരം വേറൊരു സാധനത്തിനെ കൊണ്ടുവരുന്നതിനെയാണ്, ഒരു കമോഡിറ്റിക്ക് പകരം വേറൊരു കാര്യത്തെ കൊണ്ടുവരുന്നതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം അല്ലേ, ദർ ആർ ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാമെന്ന നിരവധി വസ്തുക്കളുണ്ടല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം ചായ, കാപ്പി ഇല്ലേ, കോഫി ഓർ ടീ ഇല്ലേ. നമുക്ക് പല ആളുകളെ സംബന്ധിച്ച് ഏത് കിട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ നമുക്ക് അതുപോലെ പറയാൻ പറ്റുന്ന എന്താണ്, പെൻ ആൻഡ് പെൻസിൽ ഇല്ലേ. രണ്ടും എഴുതാനായിട്ട് ഉപകരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഒന്നിന് പകരമായിട്ടൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയാം. ചെറുതായിട്ട് പ്രൈസ് കൂടി എന്നിരിക്കട്ടെ. പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നോർമലി ആ വസ്തുവിന്റെ ഉപഭോഗം കുറയ്ക്കുകയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിനോട്ട് ഒരു ചെറിയ താല്പര്യം കൂടുതൽ കാണിക്കുകയും ചെയ്യും അല്ലേ. ഉദാഹരണം, നമ്മൾ ചായയുടെ അല്ലെങ്കിൽ തേയിലപ്പൊടിയുടെ വില കൂടുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് തേയില കിട്ടിയാലും കാപ്പി കിട്ടിയാലും ഒരേ എഫക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നോർമലി നിങ്ങൾ തേയിലയുടെ വില കൂടുമ്പോൾ കാപ്പിയുടെ ഉപഭോഗത്തിലേക്ക് മാറും, അല്ലെങ്കിൽ കാപ്പിയിലേക്ക് നിങ്ങൾ പതുക്കെ മാറും. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ്, ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ വിൽ എൻകറേജ് കൺസ്യൂമേഴ്സ് ടു ബൈ ഓൾട്ടർനേറ്റീവ് ഗുഡ്സ്. അപ്പോൾ അതിന്റെ വില കൂടുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഗുഡ്സ് വാങ്ങാനായിട്ടുള്ള താല്പര്യം വരും. ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മെഷേഴ്സ് ഹൗ മച്ച് ദ ഹയർ പ്രൈസ് എൻകറേജസ് കൺസ്യൂമേഴ്സ് ടു ബൈ ഡിഫറെന്റ് ഗുഡ്സ് അസ്യൂമിങ് ദ സെയിം ലെവൽ ഓഫ് ഇൻകം. ഓക്കെ, അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് വേണ്ട എന്ന് വെച്ച് മറ്റേതിനെ താല്പര്യം ചെയ്യുന്ന ആ എഫക്റ്റിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻകം എഫക്റ്റ് ആണ്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ലുക്സ് അറ്റ് ഹൗ ദ പ്രൈസ് ചേഞ്ച് അഫക്ട്സ് ദ കൺസ്യൂമേഴ്സ് ഇൻകം. വിലയിൽ വരുന്ന വ്യത്യാസം നമ്മുടെ ഇൻകത്തെ എങ്ങനെ മാറ്റുന്നു എന്നതാണ് ഇൻകം എഫക്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ നമ്മുടെ ഇൻകത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്ക് ഇന്ന് 2000 രൂപയാണ് വരുമാനം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ സങ്കല്പിക്കുക, എൻ്റെ വരുമാനം 2000 ആണ്. ഞാൻ എന്നും അത് വെച്ച് ഇത്ര രൂപയുടെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ലിറ്റർ പെട്രോൾ എന്നും ഞാൻ വാങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. പെട്രോളിന്റെ വില കൂടുമ്പോൾ എൻ്റെ ഇൻകത്തിന് എന്ത് സംഭവിക്കും? എൻ്റെ ഇൻകം 2000 തന്നെയാണ്, പക്ഷേ എൻ്റെ റിയൽ ഇൻകം എന്ന് പറയുന്നത് കുറയും അല്ലേ. കാരണം നേരത്തെ ഞാൻ 100 രൂപ ചെലവാക്കി പെട്രോൾ എനിക്ക് കിട്ടുമായിരുന്നു. ഇന്ന് എത്ര സംഭവിക്കും? 150 രൂപ ചെലവാക്കിയാലേ അത്രയും പെട്രോൾ എനിക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നോർമലി എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ഇൻകം കുറഞ്ഞൊരു പ്രതീതി ജനിക്കുന്നു അല്ലേ. ഈ എഫക്റ്റിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇഫ് പ്രൈസ് റൈസസ് ഇറ്റ് എഫക്റ്റീവ്ലി കട്ട്സ് ദ ഡിസ്പോസിബിൾ ഇൻകം. വില കൂടുമ്പോൾ എനിക്ക് ചെലവാക്കാൻ പറ്റുന്ന വരുമാനത്തിന്റെ അളവ് കുറയുന്നു. ആൻഡ് ദർ വിൽ ബി എ ലോവർ ഡിമാൻഡ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ വസ്തുവിന്റെ ഉപഭോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും എന്തിലേക്ക് നയിക്കുന്നു എന്ന് ചോദിച്ചാൽ വില കൂടിയ വസ്തുവിന്റെ ഉപഭോഗം കുറയ്ക്കുക എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് നയിക്കുന്നത് ഇല്ലേ. വില കൂടുമ്പോൾ നോർമലി ആളുകൾ ആ വസ്തു ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഉപഭോഗം കുറച്ച് മറ്റു വസ്തുവിലേക്ക് പോകുന്നു. അല്ല എങ്കിൽ രണ്ടാമത്തെ ഇൻകം എഫക്റ്റ് പറയുന്നത് എന്താണ്? വില കൂടുമ്പോൾ ആ സാധനത്തിന്റെ കൺസംഷന്റെ അളവ് അങ്ങ് കുറയ്ക്കുന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ വില കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ആ വസ്തുവിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രൈസ് ഓഫ് ഫിഷ് ഇൻക്രീസസ്, ഫിഷിന്റെ വില കൂടി, മീനിന്റെ വില കൂടി, then the higher price may encourage consumers to switch to alternative food sources such as buying vegetables. അപ്പോൾ എന്ത് ചെയ്യുന്നു, മീനിന്റെ വില കൂടിയപ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു, വെജിറ്റബിൾസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മീനോ വെജിറ്റബിളോ ഏത് കിട്ടിയാലും അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ മീൻ കിട്ടാതെ വന്നപ്പോൾ അല്ലെങ്കിൽ മീനിന്റെ വില ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ മീനിന്റെ ഉപഭോഗം കുറയ്ക്കുകയും വെജിറ്റബിൾസിന്റെ ഉപയോഗം കൂട്ടുകയും ചെയ്തു. ഇതിനെ എന്ത് എഫക്റ്റ് ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി, വിത്ത് ദ ഹയർ പ്രൈസ് ഓഫ് ഫിഷ്, മീനിന്റെ വില കൂടിയപ്പോൾ ഇറ്റ് മീൻസ് that after buying some fish they will have lower spare income. മീൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് ഇൻകം മാത്രമേ മിച്ചമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ഈ ആളുകൾ മീന് നേരത്തെ 1 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ ചിലപ്പോൾ ഇപ്പോൾ 800 ഗ്രാമോ 3/4 കിലോയോ വാങ്ങുന്നുള്ളൂ അല്ലേ. ഈ എഫക്റ്റിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഹയർ പ്രൈസ് ഓഫ് ഫിഷ്, ഫിഷിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആളുകൾ ഫിഷ് തൽക്കാലം അതിന്റെ ഉപഭോഗം അല്പം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. കാരണം അവരുടെ ഇൻകം കുറഞ്ഞു പോകും അല്ലേ. കൂടുതൽ എമൗണ്ട് ഫിഷിന് വേണ്ടി പോകുമ്പോൾ അവരുടെ ഇൻകം കുറഞ്ഞു പോകുന്നൊരു പ്രതീതി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നോർമലി ഫിഷിന്റെ ഉപയോഗം കുറയ്ക്കുന്നു. ഓക്കെ, നമ്മളത് ജനറലി ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മനസ്സിലാക്കി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടാമത്തെ മേഖലയിലേക്ക് പോവാണ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓൺ അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് ഫ്രീ ടൈം. വർക്കിംഗ് അവേഴ്സും ഫ്രീ ടൈമും നമ്മളെല്ലാം കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. ഞാൻ അതിനുവേണ്ടി ഈ സ്ലൈഡാണ് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, അതിനുശേഷം ആ ഗ്രാഫിലേക്ക് വരാം. ഓക്കെ, എക്സ് ആക്സിസിൽ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ തൊട്ടുമ്പത്തെ ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ നമ്മൾ ലേബർ അവേഴ്സ്, എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നതും, വൈ ആക്സിസിൽ വേജ് റേറ്റും ആണ് കാണിച്ചിരിക്കുന്നത്. എത്രയാണ് വരുമാനം അവർക്ക് കിട്ടുന്നു എന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വൈ ആക്സിസ്, ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ്. ഓക്കെ, ഞാൻ ഇനി വീണ്ടും പഴയ സ്ലൈഡിലേക്ക് പോവാണ്. ഇഫ് വേജസ് ഇൻക്രീസ്, വേതനം കൂടി എന്നിരിക്കട്ടെ, വേതനം നല്ലതായിട്ട് കൂടി, അപ്പോൾ എന്ത് സംഭവിക്കും? ദെൻ വർക്ക് ബിക്കംസ് റിലേറ്റീവ്ലി മോർ പ്രോഫിറ്റബിൾ ദാൻ ലെഷർ. ലെഷർ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതിനെയാണ് ലെഷർ എന്ന് പറയുന്നത്. ജോലി ചെയ്യുക എന്നത് വർക്ക് എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പം എല്ലാ ആളുകൾക്കും ഇല്ലേ, എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ജോലി ചെയ്തിട്ട് ആ പൈസ വെച്ച് കുറച്ച് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അല്ലേ. എല്ലാ ആളുകൾക്കും എന്തൊക്കെ വേണം ജീവിതത്തിൽ? വർക്കും വേണം, ലെഷറും വേണം. രണ്ട് കാര്യങ്ങൾ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. ഒന്ന് വർക്ക്, രണ്ട് ലെഷർ എന്ന് പറയുന്ന കാര്യം. ലെഷർ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പം നോർമലി ഇഫ് വേജ് ഇൻക്രീസ്, വേതനം കൂടുമ്പോൾ ദെൻ വർക്ക് ബിക്കംസ് റിലേറ്റീവ്ലി മോർ പ്രോഫിറ്റബിൾ ദാൻ ലെഷർ. ഓക്കെ, ആളുകൾ കൂടുതലായിട്ട് എന്ത് ചിന്തിക്കും? ആളുകൾക്ക് വർക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നും അല്ലേ. ലെഷർ ആവുന്നതിനേക്കാൾ നല്ലത് വർക്ക് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് വെറും 100 രൂപയാണ് കിട്ടുന്നതെങ്കിൽ നാളെ 1 മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നോർമലി എന്ത് ചിന്തിക്കും? കുറച്ച് കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ സമ്പാദിക്കാൻ ചിന്തിക്കും അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വർക്ക് ബിക്കംസ് മോർ പ്രോഫിറ്റബിൾ ദാൻ ലെഷർ. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ജോലിക്ക് പോകുന്നതാണ് ചിന്തിക്കും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവേഴ്സ് ഓഫ് വർക്കും വേജ് റേറ്റിന്റെ കാര്യത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഹൗഎവർ വിത്ത് ഹയർ വേജസ് ഒത്തിരി അങ്ങ് ഉയർന്നു, ഹി മേ മെയിൻറ്റെയിൻ എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ലെസ് വർക്ക്. അപ്പം ചില ആളുകൾക്ക് ഒരുപാട് വരുമാനം ഇല്ല, കുറച്ച് സമയം ജോലി ചെയ്താൽ മതി, കുറേ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറേ വരുമാനമായി കഴിയുമ്പോൾ ആളുകൾ എന്ത് ചെയ്തു? കുറേ നേരം റെസ്റ്റ് എടുക്കാനായിട്ട് താരതമ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ എനിക്ക് 100 രൂപ കിട്ടുന്നു, നാളെ മുതൽ എനിക്ക് 1 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 500 രൂപ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നോർമലി നാളെ മുതൽ 500 രൂപയ്ക്ക് കിട്ടുന്നു എന്നുകൊണ്ട് കൂടുതൽ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂട്ടർ എന്താ ചിന്തിച്ചതെന്ന് നോക്കിക്കേ. രണ്ടാമത്തെ കൂട്ടർ ചിന്തിച്ചെന്താണ്? ഇന്ന് എനിക്ക് 100 രൂപ കിട്ടിയാൽ എനിക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്താൽ 100 രൂപയെ കിട്ടത്തുള്ളൂ. നാളെ എനിക്ക് 1 മണിക്കൂർ ജോലി ചെയ്താൽ എനിക്ക് 500 രൂപ കിട്ടും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ന് 5 മണിക്കൂർ ജോലി ചെയ്യുന്ന എഫക്റ്റാണ് നാളെ 1 മണിക്കൂർ ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കൂട്ടർ ആളുകൾ എന്ത് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയും നേരം 2-3 മണിക്കൂർ ജോലി ചെയ്താൽ തന്നെ എനിക്ക് ഒരുപാട് പൈസ കിട്ടും, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഞാൻ റെസ്റ്റ് എടുക്കാനായിട്ട് മാറ്റിവെക്കാൻ പറ്റും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ എഫക്റ്റിനെയാണ്
ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. വിത്ത് ഹയർ വേജസ് ഹി ക്യാൻ മെയിൻറ്റെയിൻ എ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. വരുമാനം ഒരുപാട് കൂടുന്നത് കൊണ്ട് നല്ലൊരു ജീവിത നിലവാരം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കൂടുതൽ ഫ്രീ ആയിട്ടിരിക്കുക, എൻ്റെ കുടുംബമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സിനിമയ്ക്ക് പോവുക, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ എഫക്റ്റിനെയാണ് നമ്മൾ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നു. ഒന്നാമത്തെ എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നു. ഇനി ഞാൻ ഈ ഗ്രാഫിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവാണ്. ഈ ഗ്രാഫ് ഒന്നുകൂടെ സെൻട്രലൈസ് ചെയ്യട്ടെ. ഓക്കെ, ഈ ഗ്രാഫിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ് ആക്സിസിൽ വേജ് ലേബേഴ്സും വൈ ആക്സിസിൽ നമ്മൾ വേജ് റേറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ ഗ്രാഫിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നു നിങ്ങളുടെ എക്സ് ആക്സിസ്, ലേബർ കൊടുത്തു, വൈ ആക്സിസിൽ വേജ് റേറ്റ് ഇതായിരുന്നു. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ സപ്ലൈ ഓഫ് ലേബർ. എത്ര മണിക്കൂർ ജോലി ചെയ്യാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നു എന്നത് കർവാണ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് വരച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ വരുമാനം W1 വരെ വേതനം അല്പം കുറവായിരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ജോലി ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു, കൂടുതൽ സമയം ജോലി ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. എത്ര മണിക്കൂറാണ്? Q1 അവേഴ്സ് വരെ ജോലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിരുന്നു ഇൻകം എഫക്റ്റിനേക്കാൾ കൂടുതൽ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നി കൂടുതൽ സമയം ഞാൻ ജോലി ചെയ്താലേ എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ മണിക്കൂറുകൾ കൂട്ടിക്കൂട്ടി വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കർവ് ഇൻക്രീസിങ് ആയിട്ട് വന്നത്. Q1 എന്ന് പറയുന്ന പോയിന്റ് വരെ നിങ്ങളുടെ കർവ് ഇൻക്രീസിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് തോന്നി വേജ് റേറ്റ് കൂടുന്നുണ്ട്, അപ്പം കൂടുതൽ സമയം ഞാൻ ജോലി ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലെഷർ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വർക്കിംഗ് അവേഴ്സ് ആണ് കൂട്ടിയത്. അപ്പം നിങ്ങൾ ലെഷറിനെ മാറ്റി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയത് കൊണ്ട് ഇവിടെ എന്തായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം എഫക്റ്റ് ആണ്. പക്ഷേ വേതനം ഒരുപാട് കൂടിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? കുറച്ച് സമയം ജോലി ചെയ്താൽ എനിക്ക് ഒരുപാട് പൈസ കിട്ടുമെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾ നോർമലി എന്ത് ചെയ്തു? കുറച്ച് സമയം ജോലി ചെയ്തിട്ട് വീണ്ടും എന്ത് സംഭവിച്ചു? കുറച്ച് സമയം ജോലി ചെയ്തിട്ട് ബാക്കി സമയം ലെഷർ, റിലാക്സ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചു. അതുകൊണ്ട് നിങ്ങളുടെ സപ്ലൈ ഓഫ് ലേബർ കർവ് ബാക്കിലേക്ക് ബെൻഡിങ് ആയിട്ട് മാറി. ഇങ്ങനെ ഉയർന്നു വന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ മുകളിൽ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഇൻകം എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. നിങ്ങൾക്ക് വരുമാനം ഒരുപാടുണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയതുകൊണ്ട് നിങ്ങൾ എന്തിനോട് താല്പര്യം കൂടുതൽ കാണിച്ചു? ലെഷറിനോട് താല്പര്യം കാണിച്ചു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലേബറിന്റെ അവേഴ്സ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയം കുറച്ചു എന്നതുകൊണ്ട് നിങ്ങളുടെ കർവ് എങ്ങോട്ട് മാറി? ബാക്കിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇതാണ് ഞാൻ ഈ കർവിലൂടെ വരച്ച് കാണിച്ചത്. എക്സ് ആക്സിസിൽ ലേബർ അവേഴ്സ്, എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു. വൈ ആക്സിസിൽ വേജ് റേറ്റ് ഒരു പരിധി വരെ എത്തുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ സമയം ജോലി ചെയ്തു. കാരണം നിങ്ങളെ സംബന്ധിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിരുന്നു മുകളിൽ നിന്നത്. നേരെ മറിച്ച് വേജ് റേറ്റ് ഒത്തിരി ഉയർന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്, കുറച്ച് സമയം ലെഷറിന് വേണ്ടി മാറ്റിവെക്കണം, നിങ്ങൾക്ക് ഇൻകം ഒരുപാട് എഫക്റ്റ് വരുത്തുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങളുടെ ഇൻകം എഫക്റ്റ് ഉയർന്നതായിട്ട് തോന്നി. അതുകൊണ്ട് ലേബറിന്റെ സപ്ലൈ കർവ് മുകളിലത്തെ ഭാഗത്ത് ബാക്കിലേക്ക് ബെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ബാക്കിലേക്കാണ് വീണ്ടും പോകുന്നതായിട്ട് തോന്നി. കാരണം എന്തുകൊണ്ടാണ്? ഇൻകം എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഈ താഴത്തെ ഭാഗം എന്തുകൊണ്ടാണ് ഉയരുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻകം എഫക്റ്റ്. അപ്പം ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിനകത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ മുഴുവനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ലൈഡിനകത്ത് ആ ഡയഗ്രത്തിന്റെ മുഴുവൻ എക്സ്പ്ലനേഷൻ ഉണ്ട്. നിങ്ങൾ അത് നോട്ടിൽ പകർത്തി പഠിക്കുക തന്നെ ചെയ്യണം. ഞാൻ ഒരു ചെറിയ ഇതേ പോയിന്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ചെറിയ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് കൂടെ ഞാൻ പറയാനായിട്ട് പോവാണ്. ഇതേ കർവ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻകം എഫക്റ്റ് ചിലപ്പോഴൊക്കെ ലോങ് എസ്സേ വരെ വരാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന്
പറയുന്ന ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് സൂചിപ്പിക്കുന്ന എന്താണ്? ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ IC1 ആണോ IC2 ആണോ IC3 ആണോ എല്ലാവർക്കും ഇഷ്ടം? IC3 ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ? IC2 അതിന് ശേഷം ഇഷ്ടമാണ്. IC1ന് ഏറ്റവും കുറവാണ് നിങ്ങൾക്ക് ഇഷ്ടം. കാരണം ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇനി എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ. എക്സ് ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് ലെഷറും വർക്കുമാണ്. വൈ ആക്സിസിൽ ഇൻകം ആണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു പോയിന്റ് M എന്ന് പറയുന്നത് നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്നു. ഈ ഒരു പോയിന്റ് T എന്ന് പറയുന്നത് നിങ്ങളുടെ മാക്സിമം ടൈമാണ് സൂചിപ്പിക്കുന്നത്. 24 മണിക്കൂറാണ്. അപ്പം MT എന്ന് പറയുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് മാക്സിമം പോയിന്റ് എന്ന് പറയുന്ന പോയിന്റാണ് MT എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് അതിനപ്പുറം പോകാനായിട്ട് പറ്റത്തില്ല. ഇനി ഇൻഡിഫറൻസ് കർവ് IC3 ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അല്ലേ? പക്ഷെ IC3 നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം ഈ പോയിന്റിന് പുറത്താണ് നിൽക്കുന്നത്, ഈ ലൈനിന് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. IC1 നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം എന്തുകൊണ്ടാണ് ഈ വരയ്ക്ക് താഴെയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ IC2 ഈ പോയിന്റിനെ മുട്ടി നിൽക്കുന്ന പോയിന്റ് ആണ് അല്ലേ? IC2 നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ IC1ഉം IC2ഉം സാധിക്കുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഏതാണ്? IC2 ആണ്. കാരണം എന്താണ്? IC2 ആണ് IC1നേക്കാൾ മുകളിലായിട്ട് നിൽക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചതാണല്ലേ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം അതിന് നേർക്കുള്ള ഇൻകം ആണ് M1, അതിന് നേർക്കുള്ള വർക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതാണ് L1 സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കർവിൽ മെയിനായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഇൻകവും ലെഷറും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് വരച്ച് കാട്ടാനായിട്ട് ശ്രമിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ നിങ്ങളുടെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞാനൊരു വലിയ കോൺസെപ്റ്റാണ് പറഞ്ഞു വെച്ചത്. ഒരു വലിയ കോൺസെപ്റ്റ് പറഞ്ഞു, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓൺ അവേഴ്സ് ഓഫ് വർക്ക് ആൻഡ് ഫ്രീ ടൈം എന്നുള്ളൊരു വിഷയമാണ്. ഞാൻ അവതരിപ്പിച്ച രീതി ഇപ്രകാരമാണ്. ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ലെഷറും എങ്ങനെയാണ് അവേഴ്സ് ഓഫ് വർക്കും തമ്മിലുള്ള ആ ബന്ധം, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന കാഴ്ചപ്പാടിൽ എക്സ്പ്ലെയിൻ ചെയ്തു. 2 രീതിയിലാണ് ഞാൻ വരച്ച് കാണിക്കാൻ ശ്രമിച്ചത്. ഒന്ന് ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ കർവിന്റെ സഹായത്തോടു കൂടി, 2 നിങ്ങളെ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചും വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ കുറച്ച് ആഴത്തിൽ ഗ്രാഫുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം കൊടുത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്